നമസ്കാരം. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 9ാം ദിവസവും ഒളിവിൽ കഴിയുകയാണ്. പ്രതിയെ പിടിക്കാനാകാതെ പോലീസ് നെട്ടോട്ടം ഓടുമ്പോഴും രാഹുൽ എട്ടാവട്ടത്ത് തന്നെ ഉണ്ട് എന്നതാണ് വാസ്തവം. പോലീസിന്റെ കയ്യെത്താ ദൂരത്ത് പ്രതി എത്തുമ്പോൾ വീണ്ടും അവിടെ നിന്ന് രാഹുൽ രക്ഷപ്പെട്ടു പോവുകയാണ്. ഇത് കണ്ടാൽ പോലീസും രാഹുലും തമ്മിൽ ഏതാണ്ട് ടോം ആൻഡ് ജെറി കളിക്കുന്നു എന്ന് തോന്നിപ്പോകും. എന്തായാലും ലൈംഗികാതിക്രമ കേസ് എത്തിയതോടെ അധികാരത്തിൽ കയറി 1 വർഷമായതിന്റെ അന്ന് തന്നെ പാർട്ടിയിൽ നിന്നും അടിച്ചു പുറത്താക്കി ചാണകവെള്ളവും തളിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഹർജി തള്ളിയതോടെയാണ് ഇന്നു തന്നെ ബെഞ്ചിൽ ഹർജി കൊണ്ടുവന്ന് പോലീസിന്റെ അറസ്റ്റ് നീക്കം തടയാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള ഗുരുതര ആരോപണങ്ങളെന്ന നിരീക്ഷണത്തോടെയാണ് തിരുവനന്തപുരം ജില്ലാ കോടതി ജാമ്യം തള്ളിയത്. എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ആരോപണം നിലനിൽക്കില്ലെന്നും ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടില്ലെന്നുമാണ് രാഹുലിന്റെ വാദം. അതേസമയം രാഹുൽ മാങ്കൂട്ടം MLAക്കെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കും. വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുന്നത്. ഇതിനിടെ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുവാനും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതിസങ്കീർണമായ കേസായതിനാൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്നാണ് പോലീസ് നിഗമനം. കസ്റ്റഡിയിലുള്ള രാഹുലിന്റെ PA ഫസലിനെയും ഡ്രൈവർ ആൽവിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. ആൽവിനും PA ഫസലിനുമൊപ്പമാണ് രാഹുൽ പാലക്കാട് നിന്നും രക്ഷപ്പെട്ടത്. തമിഴ്നാട് വരെ ഇവർ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വ്യാഴാഴ്ച പാലക്കാട് വിട്ട ഇരുവരും ശനിയാഴ്ച തിരിച്ചെത്തി. ഇന്നലെ ഉച്ചയ്ക്കാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. രാഹുലിന്റെ നീക്കങ്ങളെ കുറിച്ച് ഇവർക്ക് അറിവുള്ളതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിൽ വൻ പോലീസ് സന്നാഹം ഉൾപ്പെടെ ഒരുക്കിയിരുന്നു. രാഹുൽ കസ്റ്റഡിയിലാണ് എന്ന പ്രചരണം ഉണ്ടായിരുന്നു എങ്കിലും അക്കാര്യം പോലീസ് തള്ളിയിരുന്നു. SP വിജയ് ഭാരത് റെഡ്ഡിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. അതായത് രാഹുൽ നിലവിൽ കസ്റ്റഡിയിലില്ല എന്നായിരുന്നു. ഇന്നലെ തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ച ശേഷവും രാഹുൽ ഒളിവിൽ തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുമെന്നു കരുതി കാസർഗോഡാണ് ഇന്നലെ എല്ലാ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും തമ്പടിച്ചിരുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അറിവില്ലാതെയാണ് കാസർഗോഡ് പോലീസ് ഈ നീക്കം നടത്തിയത് എന്നാണ് സൂചന. രാഹുലിന്റെ ഒളി സങ്കേതം കണ്ടെത്താനായിട്ടില്ല. എന്തായാലും നിലവിൽ പലതവണ മൊബൈലും കാറും മാറി മാറി ഉപയോഗിച്ചു കൊണ്ടാണ് രാഹുൽ ഒളിവിൽ കഴിയുന്നത്. കസ്റ്റഡിയിലെടുത്ത രാഹുലിന്റെ ഡ്രൈവറെയും പേഴ്സണൽ അസിസ്റ്റന്റിനെയും വിശദമായി ചോദ്യം ചെയ്താൽ നിർണായകമായ വിവരം ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. യുവതിയുടെ പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചതിന് പിന്നാലെയായിരുന്നു രാഹുലിന്റെ ഈ മുങ്ങൽ പരിപാടി. CCTV ക്യാമറകളുള്ള റോഡുകൾ പരമാവധി അങ്ങ് ഒഴിവാക്കി സുഹൃത്തായ യുവനടിയുടെ ചുവന്ന പോളോ കാറിൽ പൊള്ളാച്ചിയിലെത്തി. അവിടെ നിന്ന് മറ്റൊരു കാറിൽ കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് കർണാടക തമിഴ്നാട് അതിർത്തിയായി ബംഗളൂരുവിലെത്തി അവിടെ റിസോർട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇവിടേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്ന വിവരം അറിഞ്ഞതിന് പിന്നീട് ബംഗളൂരിലേക്കും രാഹുൽ പോയി. ഇവിടെയും അന്വേഷണ സംഘം എത്തുന്നതിന് മുമ്പേ രാഹുൽ രക്ഷപ്പെട്ടു. പോലീസ് എത്തുന്ന കാര്യം രാഹുൽ എങ്ങനെയാണ് മുൻകൂട്ടി അറിയുന്നതെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. പോലീസിൽ നിന്നു തന്നെയാണ് വിവരം ചോരുന്നു എന്ന സംശയമാണ് ബലപ്പെടുന്നത്. ഇതോടെയാണ് അന്വേഷണ സംഘം കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങുന്നത്. ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് രാഹുലിന്റെ ഫോൺ ഓണായത് കീഴടങ്ങുമെന്ന സൂചന നൽകിയതെങ്കിലും എന്നാൽ ഇന്നലെ അത്തരം ഒരു നീക്കമുണ്ടായില്ല. ഇന്ന് എന്തായാലും വീണ്ടും ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നാലെ